ഹലോ, എല്ലാവർക്കും ചിങ്കന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇതിനായിട്ട് ഞാനിവിടുത്തെ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി കഷ്ണം സവോള എടുത്തിട്ടുണ്ട്. ഇതിനെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഞൊരടി എടുക്കണം. അതിനെ ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ സവോളയൊക്കെ നല്ല രീതിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റും നമ്മളൊന്ന് നൈസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ ക്യാരറ്റും സവോളയൊക്കെ ഇവിടെ അരിഞ്ഞ് നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് കുറച്ച് സവോളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ സവോളയൊക്കെ ഇതേ ഒരു പരുവാകുമ്പോൾ ഇതേപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ക്യാരറ്റും സവോളയൊക്കെ നന്നായിട്ടൊന്ന് ഇതേ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ റൈസ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ അല്ല, ജസ്റ്റ് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകുന്ന രീതി ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനൊന്ന് ആക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ വറ്റിയിട്ടുണ്ട്. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇത്രയും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊരു 5-6 അണ്ടിപ്പരിപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പകുതി കഷ്ണം, അതിൽ നിന്ന് കുറച്ച് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായി. ബാക്കിയുള്ള സവോള ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ സവോള നല്ല രീതിയിൽ തന്നെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ക്യാരറ്റും കൂടി ഉണ്ടാവും. ആ ക്യാരറ്റും കൂടിയും ഇതിനെയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഒരു പരുവാകുമ്പോൾ അത് നമുക്കൊന്ന് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് റൈസ് എങ്ങനെയാണെന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒരു തവി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ നെയ്യൊക്കെ ലാസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടി ചെയ്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയൊരു റെസിപ്പിയാണല്ലോ ഇത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.
ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാനാണ് കേട്ടോ പോകുന്നത്. കാരണം നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് അടഞ്ഞിരിക്കട്ടെ. അപ്പം ഇത്രയും സിമ്പിൾ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.